നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അമ്മയുടെ സന്ദേശം. നമ്മുടെ കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കണമെന്നും നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും എല്ലാവരും ഇഷ്ടപ്പെടണമെന്നും ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം. പ്രശംസ നമ്മളെ സന്തോഷിപ്പിക്കുകയും പരിഹാസവും വിമർശനവും നമ്മെ വേദനിപ്പിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ മറ്റുള്ളവരുടെ നാവിൻ തുമ്പിലാണ് നമ്മുടെ സന്തോഷവും സങ്കടവും എന്ന് പറയാം. ചിലർ നമ്മുടെ പാതയിൽ പുഷ്പങ്ങൾ വർഷിക്കുമ്പോൾ മറ്റു ചിലർ നമ്മുടെ പാതയിൽ മുള്ളുകളായിരിക്കും വിതറുന്നത്. ഇന്ന് നമുക്കായി പുഷ്പങ്ങൾ അർപ്പിക്കുന്നവർ നാളെ നമ്മെ കല്ലെറിഞ്ഞേക്കാം. നേരെ മറിച്ചും സംഭവിക്കാം. ഒരു ജീവിത സാഹചര്യത്തെ നല്ലതെന്ന് കരുതി സ്വീകരിക്കുകയും മറ്റൊരു ജീവിത സാഹചര്യത്തെ ചീത്തയെന്ന് കരുതി മനസ്സാ തിരസ്കരിക്കുകയും ചെയ്യുമ്പോഴാണ് സന്തോഷവും ദുഃഖവും ഉണ്ടാവുന്നത്. അതിനാൽ മനസ്സിൻ്റെ സമത്വം പരിശീലിക്കുന്നതിനായി ഈശ്വരൻ നമുക്ക് തന്ന അവസരമായി കണ്ട് അത്തരം സാഹചര്യങ്ങളെ സമഭാവത്തിൽ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. സന്തോഷിക്കേണ്ട സാഹചര്യങ്ങൾ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല എന്നാണോ ഇതിനർത്ഥമെന്ന് ചോദിക്കാം. സന്തോഷിക്കരുത് എന്നല്ല, സന്തോഷിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ അതിരുവിട്ട് സന്തോഷിച്ചാൽ വിപരീതമായ സാഹചര്യത്തിൽ നമ്മൾ വല്ലാതെ ദുഃഖിക്കുകയും ചെയ്യും എന്നത് നമ്മൾ മറക്കരുത്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആകെ തളർന്നു പോയി എന്ന് വരാം. സുഖവും ദുഃഖവും സന്തോഷവും സങ്കടവും ജീവിതത്തിൻ്റെ സ്വഭാവമാണ്. സന്തോഷകരമായ സാഹചര്യങ്ങളിൽ നാം സന്തോഷിക്കും, ദുഃഖകരമായ സാഹചര്യങ്ങളിൽ ദുഃഖം വരികയും ചെയ്യും. ഇത് സ്വാഭാവികമാണ്. എന്നാൽ ദുഃഖം നമ്മെ കീഴ്പ്പെടുത്താൻ ഒരിക്കലും അനുവദിക്കരുത്. കഴിഞ്ഞതിനെ ഓർത്ത് ദുഃഖിച്ചു കൊണ്ടേ ഇരിക്കരുത്. അതിൽ നിന്നും മനസ്സിനെ സ്വതന്ത്രമാക്കണം. സന്തോഷമുണ്ടാകുന്ന സാഹചര്യങ്ങളിലും അത്തരം ഒരു സംയമനം നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സമഭാവം വേണം എന്ന് പറയുന്നത്. നിന്ദാസ്തുതികളെ സമഭാവത്തിൽ സ്വീകരിക്കുകയും കഴിയുക എന്നത് മനഃശാന്തി ആഗ്രഹിക്കുന്ന ഏതൊരാളും അവശ്യം വളർത്തിയെടുക്കേണ്ട ഗുണമാണ്. സ്തുതിയിൽ അഹങ്കരിക്കുകയോ നിന്ദയിൽ ദുഃഖിക്കുകയോ കോപിക്കുകയോ ചെയ്യരുത്. ഒപ്പം തന്നെ മറ്റുള്ളവരെ നിന്ദിക്കാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. പരനിന്ദ പാപമാണ്. നമ്മൾ പ്രത്യേകിച്ച് ആദരിക്കേണ്ടവരെ നിന്ദിക്കുന്നത് വലിയ അപരാധം തന്നെയാണ്. ഇക്കാര്യത്തിൽ സമദർശികളായ മഹാത്മാക്കളെ നമുക്ക് മാതൃകയായി സ്വീകരിക്കാം. തങ്ങളെ ആരെങ്കിലും പുകഴ്ത്തുകയോ നിന്ദിക്കുകയോ ചെയ്താലും മഹാത്മാക്കൾ തികഞ്ഞ നിസ്സംഗതയോടെ സമചിത്തതയോടെ അവയെ സ്വീകരിക്കുന്നു. മഹാത്മാക്കൾ ചിലപ്പോൾ നിന്ദയും സ്തുതിയും നിസ്സംഗമായി ആസ്വദിച്ച് എന്ന് വരാം. അവരെ സംബന്ധിച്ചിടത്തോളം നിന്ദയും സ്തുതിയും ശരീര സംബന്ധിയാണ്. എന്നാൽ താൻ ആത്മസ്വരൂപിയാണെന്ന അനുഭവത്തിലാണ് മഹാത്മാക്കൾ കഴിയുന്നത്. ആത്മാവിനെവിടെ മാനാപമാനങ്ങൾ? ഒരു കുട്ടി കടൽ തീരത്തെ മണൽപ്പരപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തിരമാല വന്ന് അവൻ്റെ ചെരുപ്പുകൾ എടുത്തുകൊണ്ടുപോയി. സമുദ്രം ഒരു കള്ളനാണ് എന്ന് ആ കുട്ടി കടൽ തീരത്തെ മണലിൽ എഴുതി. അതേ ദിവസം ഒരു മത്സ്യത്തൊഴിലാളിക്ക് കടലിൽ നിന്ന് പതിവിലധികം മീൻ കിട്ടി. അയാൾ സന്തോഷത്തോടെ മണലിൽ എഴുതി, സമുദ്രം എൻ്റെ അഭയസ്ഥാനമാണ്. കടലിൽ കുളിക്കാനിറങ്ങിയ ഒരു യുവാവിനാകട്ടെ അടിയൊഴുക്കിൽപ്പെട്ടു ജീവൻ നഷ്ടപ്പെട്ടു. ആ യുവാവിൻ്റെ അച്ഛൻ മണലിൽ എഴുതി, സമുദ്രം ഒരു കൊലയാളിയാണ്. അന്നു തന്നെ ഒരു മുങ്ങൽ വിദഗ്ധന് സമുദ്രത്തിൽ നിന്നൊരു മുത്തു ലഭിച്ചു. അയാൾ തീരത്ത് വന്ന് മണലിൽ എഴുതി, സമുദ്രമാണ് യഥാർത്ഥ ദാതാവ്. അല്പം കഴിഞ്ഞപ്പോൾ ഒരു കൂറ്റൻ തിരമാല കരയിലേക്ക് അടിച്ചു കയറി. അവ 4 പേരും എഴുതിയതെല്ലാം തുടച്ചു നീക്കപ്പെട്ടു. വിവിധ വ്യക്തികൾ സമുദ്രത്തെ എങ്ങനെ വീക്ഷിച്ചു എന്നത് സമുദ്രത്തെ അല്പം പോലും സ്പർശിച്ചില്ല എന്നർത്ഥം. ഇതുപോലെ സ്തുതി നിന്ദകളും മാനാപമാനങ്ങളും മഹാത്മാക്കളെ അല്പം പോലും ബാധിക്കുന്നില്ല. ഇത്തരം മനസ്സാണ് നമ്മളും വളർത്തിയെടുക്കേണ്ടത്. ഇന്ന് നമ്മുടെ മനസ്സ് ഒരു ചില്ലുപാത്രം പോലെ ദുർബലമാണ്.
ചെറിയൊരു വീഴ്ചയോ ആഘാതമോ ഉണ്ടായാൽ അത് പൊട്ടിത്തകർന്നു എന്ന് വരാം. നമുക്കിഷ്ടമല്ലാതൊരു വാക്കോ നോക്കോ പ്രവൃത്തിയോ മറ്റുള്ളവരിൽ നിന്നുണ്ടായാൽ ഉടൻ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകും. നമ്മുടെ മനഃശാന്തി ഇന്ന് പല ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുകയാണ്. ബാഹ്യമായ ഏത് സാഹചര്യത്തിലും ഇളക്കം തട്ടാതെ വിധം മനഃശാന്തി നിലനിർത്താൻ ബോധപൂർവമായ പ്രയത്നം കൂടിയേ തീരൂ. സുഖവും ദുഃഖവും ജയവും പരാജയവും മാനവും അപമാനവും സ്തുതിയും നിന്ദയുമെല്ലാം ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്തവയാണ്. അവയെ ഒഴിവാക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചാലും എപ്പോഴും നമ്മൾ വിജയിക്കണം എന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ മനസ്സ് തളരാതിരിക്കാൻ നമ്മൾ പരിശീലിക്കണം. വാസ്തവത്തിൽ ജീവിതത്തിലെ ജയപരാജയങ്ങളെയും ഉയർച്ച താഴ്ചകളെയും സമചിത്തതയോടെ സ്വീകരിക്കാൻ നമ്മൾ പ്രാപ്തരാകുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിന് പൂർണ്ണതയുണ്ടാകൂ. ഹരി ഓം നമഃ ശിവായ.